SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളി നടേശനെ നീക്കി. അന്തരിച്ച പ്രൊഫസർ MK സ്വാനു അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ ഈ ഉത്തരവ്. കമ്പനി നിയമപ്രകാരമുള്ള നടപടികൾ പാലിച്ചിട്ടില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ നടപടി. സംഘടനയിലെ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശനെ അയോഗ്യനാക്കണമെന്നും ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്നും നീക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള SNDP യോഗം 2006 ശേഷം കണക്കുകൾ ബോധിപ്പിച്ചിട്ടേയില്ല. അതിനാൽ ഭരണസമിതിക്ക് തുടരാൻ യോഗ്യതയില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് വെള്ളാപ്പള്ളിയെ അയോഗ്യനാക്കിക്കൊണ്ട് ജസ്റ്റിസ് TR രവിയുടെ ഉത്തരവ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമപ്രകാരം വെള്ളാപ്പള്ളി നടേശന് ജനറൽ സെക്രട്ടറിയായി തുടരാൻ അർഹതയില്ലെന്നും കോടതി വിലയിരുത്തുകയുണ്ടായി. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, പ്രസിഡന്റ് MN സോമൻ, ദേവസ്വം സെക്രട്ടറി അരയങ്കണ്ടി സന്തോഷ് എന്നിവർക്കും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. 4 പേരെയും സ്ഥാനത്തു നിന്ന് നീക്കിയതായും പകരം പുതിയ ഡയറക്ടർ ബോർഡ് നിയമാനുസൃതം തെരഞ്ഞെടുപ്പ് നടത്തി രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് വരെ SNDP യോഗത്തിന്റെ ഭരണ ചുമതല നടത്തുന്നതിനായി സർക്കാർ ഡയറക്ടർമാരെ നാമനിർദ്ദേശം ചെയ്യണം. അങ്ങനെ താൽക്കാലിക ഡയറക്ടർ ബോർഡ് SNDP യോഗത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം താൽക്കാലിക ഡയറക്ടർ ബോർഡ് നിയമാനുസൃതമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ ഡയറക്ടർ ബോർഡ് നിയമാനുസൃതം തെരഞ്ഞെടുപ്പ് നടത്തി രൂപീകരിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി SNDP യോഗത്തിന്റെ നിയന്ത്രണം കൈവശം വെച്ച വെള്ളാപ്പള്ളിക്ക് നിയമപരമായി ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഇത്. ഒരു ഏകാധിപതിയെപ്പോലെ SNDP ഭരണത്തിന്റെ തലപ്പത്ത് തുടരുകയും തന്നിഷ്ടപ്രകാരം സംഘടനയെ ദുരുപയോഗിച്ചുകൊണ്ട് വാണരുളിയിരുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് കോടതി വിധിയിലൂടെ നടേശന് ഇപ്പോൾ നഷ്ടമായത്. 1995-96 കാലഘട്ടത്തിലാണ് SNDP യോഗം നടേശന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറായിരുന്ന വെള്ളാപ്പള്ളി പൊതുമരാമത്ത് കോൺട്രാക്ടറായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് കേരളത്തിലെ 14 ജില്ലകളിലും ബാർ ലൈസൻസ് നേടി സ്വന്തമായി ബാർ ഹോട്ടലുകളും കൺവെൻഷൻ സെൻ്ററുകളുമായി ബിസിനസ് ശൃംഖല വളർത്തി. വിവിധ വർഷങ്ങളിലായി നിരവധി മുസ്ലിം ക്രിസ്ത്യൻ വിരുദ്ധ വർഗീയപരമായ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയുമാണ് പ്രസ്താവനകളും പ്രഭാഷണങ്ങളും നടത്തി നടേശൻ കടന്നാക്രമിച്ചിരുന്നത്. ഈ സമുദായങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള പ്രദേശങ്ങളെ മലപ്പുറം, കോട്ടയം ജില്ലകളടക്കം ലക്ഷ്യം വെച്ചുള്ള പരാമർശങ്ങളും അദ്ദേഹം നടത്തുകയായിരുന്നു. മലപ്പുറം എന്ന പ്രത്യേക രാജ്യത്ത് ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള പിന്നാക്കക്കാർ. സ്വതന്ത്രമായി വായു ശ്വസിച്ച് മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുമൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചത്. കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തന്ത്രപൂർവ്വം ഭരണം പിടിച്ച് മുഖ്യമന്ത്രി പദം നേടാൻ ശ്രമിക്കുകയാണ് തുടങ്ങിയ പരാമർശങ്ങൾ വ്യാപകമായ എതിർപ്പുകൾക്ക് ഇടയാക്കിയിരുന്നു. 2016 ഈ വിദ്വേഷ പ്രസംഗത്തെ തുടർന്ന് അദ്ദേഹം അറസ്റ്റിലായിരുന്നു. കാലാകാലങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ പകിട കളിച്ച് നിലനിൽക്കാൻ ശ്രമിച്ച നടേശന് ഒരു സ്ഥാനം കേരളത്തിലെ UDF-ഓ LDF-ഓ നൽകിയില്ല. തുടർന്ന് 2015 ഭാരത് ധർമ്മസേന BJDS എന്ന പാർട്ടി രൂപീകരിച്ച് രംഗത്ത് വരികയും അത് വെച്ച് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടികളോട് വിലപേശുകയും ചെയ്ത നടേശൻ പിന്നീട് NDAയിലേക്ക് കളം മാറ്റി. അപ്പോഴും SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയായിരുന്നു. കാലങ്ങളായി SNDP യോഗത്തിൽ സുതാര്യമായ ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് നടത്താതെ തൻ്റെ ആധിപത്യത്തിൽ സ്ഥാനത്ത് തുടരുകയാണ് എന്ന ആക്ഷേപം നിലനിന്നിരുന്നു. വെള്ളാപ്പള്ളിയുടെ ഏകാധിപത്യത്തിനെതിരെ ഗോകുലം ഗോപാലൻ രംഗത്ത് വന്ന് തിരഞ്ഞെടുപ്പ് ഏറ്റുമുട്ടലുകൾ നടന്നതും കേരളം കണ്ടതാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് SNDP. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 1903 മെയ് 15 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തതാണ്. ശ്രീനാരായണ ഗുരുദേവൻ യോഗത്തിൻ്റെ ആദ്യ അധ്യക്ഷനായും മഹാകവി കുമാരനാശാൻ ആദ്യ സെക്രട്ടറിയായും ആയിരുന്നു ഇരുന്നത്. നിലവിൽ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയത്തിലും നിർണായക സ്വാധീനം ചെലുത്താൻ കഴിവുള്ള പ്രബലവും ശക്തവുമായ ഒരു സംഘടനയാണ് SNDP. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അടക്കം ഉള്ള ഒരു വലിയ പ്രസ്ഥാനമായി ഇത് വളർന്നു കഴിഞ്ഞു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുക, അവശ സമുദായങ്ങളെ സാമൂഹികവും ആത്മീയവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിയിലേക്ക് നയിക്കുക, സന്യാസി മഠങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിക്കുക തുടങ്ങിയവയായിരുന്നു യോഗത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. യോഗത്തിൻ്റെ മുഖപത്രമായ വിവേകോദയം എന്ന ദ്വൈമാസിക കുമാരനാശാൻ്റെ പത്രാധിപത്യത്തിൽ 1904 ആരംഭിക്കുകയുണ്ടായി. ഡോക്ടർ പൽപ്പു
ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു. ഈ പ്രവർത്തനങ്ങളുടെയും പല നിവേദനങ്ങളുടെയും ഫലമായി പല സർക്കാർ വിദ്യാലയങ്ങളും അവശ സമുദായങ്ങൾക്ക് തുറന്നു കൊടുക്കപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യോഗം പരിപൂർണ പിന്തുണ നൽകി. സ്വാതന്ത്ര്യ സമരത്തിൽ യോഗം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നു. യോഗം വിദ്യാഭ്യാസ കാര്യത്തിലാണ് പ്രധാനമായും ശ്രദ്ധ പിന്നീട് പതിപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താ? ഈ സംഘടനയുടെ ഗതി മാറുന്ന അവസ്ഥയാണ്. ഗുരു എന്തുദ്ദേശിച്ചുവോ അതിന് വിപരീതമായ ചില സംഘടിത ശക്തികൾ യോഗത്തെ പിടിച്ചടക്കിയെന്ന് ശക്തമായ ആക്ഷേപം ഉയർന്നു വന്നു. 200 അംഗങ്ങൾക്ക് ഒരു വോട്ട് എന്നതായിരുന്നു SNDP തിരഞ്ഞെടുപ്പ് ചട്ടം. ഭരണസമിതി കാലാവധി 5 വർഷം എന്നാക്കിയിരുന്നു. എന്നാൽ 4 വർഷം മുൻപ് ഹൈക്കോടതിയുടെ ഒരു വിധിയിൽ ഇതിന് മാറ്റം വരികയായിരുന്നു. എല്ലാ അംഗങ്ങൾക്കും ഓരോ വോട്ട് എന്നും 5 വർഷ ഭരണകാലാവധി മാറ്റി 3 വർഷമാക്കുകയും ചെയ്തു. കമ്പനി നിയമപ്രകാരം മുമ്പുണ്ടായിരുന്ന ബൈലോ ഭേദഗതി ചട്ടവും കോടതി റദ്ദാക്കിയിരുന്നു. ഇത് അന്ന് നടേശന് ഏറ്റ തിരിച്ചടിയായി. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും വെള്ളാപ്പള്ളിക്കെതിരെ കോടതിയുടെ നിർണായകമായ ഇടപെടൽ വന്നിരിക്കുന്നത്. കമ്പനി നിയമപ്രകാരമുള്ള ഡിൻ അക്കൗണ്ട് ഇല്ലാത്ത ഭാരവാഹികൾക്ക് സ്ഥാനത്ത് തുടരാനാവില്ല എന്നതാണ് കോടതി പ്രധാനമായും നിരീക്ഷിച്ചത്. 2024 മുതൽ ഹൈക്കോടതിയുടെ മുന്നിലുള്ള ഫയലിലാണ് ഇത്. കോടതി വിധി കാലാവധി കഴിഞ്ഞും തുടരുകയാണ്. 2024 മുതൽ ഹൈക്കോടതിയുടെ മുന്നിലുള്ള ഫയലിൽ ആണിത്. വെള്ളാപ്പള്ളി തിരഞ്ഞെടുപ്പ് സംഘടനയിൽ നടത്തിയിട്ടില്ല. പ്രാതിനിധ്യ വോട്ടവകാശം എന്നതായിരുന്നു നിലനിന്നിരുന്നത്. അത് മാറ്റി എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം എന്ന അവസ്ഥ വരണമെന്ന പരാതി ഫയലും കോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ ഉണ്ട്. ഇത് സുപ്രീം കോടതിയിലേക്ക് അടക്കം നീങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിലാണ് ഈ വിധി എന്നതും പ്രാധാന്യമുള്ളതാണ്. വരും നാളിൽ കോടതി ഈ കേസ് പരിഗണിച്ചാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയായി വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കമ്പനി ആക്ടിൻ്റെ 164(2) പ്രകാരമുള്ള അയോഗ്യതയാണ് കോടതി നിരീക്ഷിച്ചത്. കഴിഞ്ഞ 30 വർഷത്തോളം SNDPയുടെ തലപ്പത്ത് വിരാജിച്ച വെള്ളാപ്പള്ളിയുടെ സ്ഥാനം ഇതോടെ തെറിച്ചു എന്നത് വ്യക്തമായി കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.